നിന്ന് വരുന്ന ഒരു അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. ബട്ട് റോഡിൽ ലോറി മറിഞ്ഞു. AK അഭിലാഷിന്റെ വിവരങ്ങൾ നൽകാൻ. അഭിലാഷ്, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രുതി, ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പാണ് ഒരു മത്സ്യം കയറ്റി പോകുകയായിരുന്ന ലോറി ഇവിടെ മറിഞ്ഞിരിക്കുന്നത്. കോഴിക്കോട്ട് ബട്ട് റോഡിലാണ്. ഇവിടെ നിയന്ത്രണം വിട്ട് ഈ ഡിവൈഡിലേക്ക് ഇടിച്ചു കയറി ലോറി ഇവിടെ മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ലോറിയിലുണ്ടായിരുന്ന 2 ആളുകൾ, അതായത് ഡ്രൈവറും അതോടൊപ്പം തന്നെ ക്ലീനർ അടക്കമുള്ള 2 ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും കോഴിക്കോട് നിന്നും കണ്ണൂരിലെ പഴവങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഐസ് കയറ്റി പോകുന്ന ലോറിയാണ്. ഇതാണ് നിയന്ത്രണം വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഏതായാലും അവരോട് തന്നെ നമുക്ക് ചോദിക്കാൻ കഴിയുന്നതാണ് എന്താണ് സംഭവിച്ചത്. ഇതവര് വെള്ളയിൽ ബീച്ചിൽ നിന്ന് ഐസും വണ്ടി എടുത്തുകൊണ്ട് കണ്ണൂർ പയങ്ങാടി ഭാഗത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ ഡിവൈഡറിന് മുകളിൽ തട്ടിയിട്ടാണ് ഈ അപകടം സംഭവിച്ചത്. ഇവിടെ വീതിയുള്ള റോഡല്ലേ? വീതി ഉണ്ടായിട്ട് ഇവിടെ നേരത്തെ വണ്ടികളുണ്ടായിരുന്നു. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാറുകൾ ഉണ്ടായിരുന്നു പാർക്കിങ്ങിൽ. അപ്പോൾ ഇത് സൈഡിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, അതിലാണ് വണ്ടി പോവുക. അപ്പോൾ ആ സൈഡിൽ നിന്ന് ഡിവൈഡറിന് മുകളിൽ തട്ടിയിട്ടായിരുന്നു വണ്ടി മറിഞ്ഞത്. ഈ ഡ്രൈവറുടെയും ക്ലീനറുടെ സ്ഥിതി എന്താണ്? അവർക്ക് സാരമായ പരിക്കോട് അവർ കഴിച്ചിലായിട്ട് അറിയാൻ കഴിച്ചത്. വലിയ പരിക്കില്ലെന്നാണ്? വലിയ പരിക്കില്ലാത്ത രീതിയിലാണ് കഴിച്ചിലായത്. അവരിപ്പോൾ എവിടെയാണത്? അവർ ഹോസ്പിറ്റലിൽ, ബീച്ച് ഹോസ്പിറ്റലാണെന്നാണ് പോലീസുകാരനാണ് കൊണ്ടുപോയത്. ആ സമയത്ത് പോലീസ് വണ്ടി ഉണ്ടായിരുന്നു ഇവിടെ, അവരാണ് ഓൺ ദ സ്പോട്ടിൽ കൊണ്ടുപോയത്. ഏതായാലും പോലീസ് വണ്ടി ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അതോട് തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കാര്യമായ പരിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം എന്ന് തോന്നുന്നു. കാരണം ഇവിടെ വീതിയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ അരികിൽ ചില കാറുകളും അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങളും നിർത്തിയിട്ടിരുന്നു. അതിനിടെ ഈ ഭാഗത്ത് കൂടെ സൈഡിലൂടെ കയറി വരികയായിരുന്നു. ഇവിടെ ഡിവൈഡറാണ്. ഇതാ ഇവിടെ മുതൽ തന്നെ ഇടിച്ച് കയറിയിട്ടുണ്ട് വാഹനം. ഇതാ ഇവിടുന്ന് ഇടിച്ച് കയറി ഇവിടേക്ക് കയറുന്ന ഒരു സ്ഥിതിയിലാണ്. ഇവിടെ നിന്നാണ് വാഹനം തലക്കീഴായി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തലകീഴായി മറിഞ്ഞു കിടക്കുന്ന ഒരു നിലയിൽ തന്നെയാണ് വാഹനമുള്ളത്. ഈ വാഹനത്തിൽ നിറയെ ഐസ് ഉണ്ടായിരുന്നു. ഈ ഐസാണ് ഇപ്പോൾ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനം എടുത്തു മാറ്റുന്നതിന് ആവശ്യമായ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അരമണിക്കൂറിനകം തന്നെ ഈ വാഹനം ഇവിടുന്ന് എടുത്തു മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തൂടെയുള്ള ഗതാഗതം പോലീസ് ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓണക്കാലമാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കും ഈ റോഡിൽ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ കോഴിക്കോട് നിന്നും പഴവങ്ങാടി, അതായത് കണ്ണൂരിലെ പഴവങ്ങാടിയിലേക്ക് ഐസ് കയറ്റി പോയിരുന്ന ലോറിയാണ് ഇത്തരത്തിൽ അപകടപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കണ്ടക്ടറും അതോടൊപ്പം തന്നെ ക്ലീനർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ ലോറി ഉടമയടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. കോഴിക്കോട് ബട്ട് റോഡിലാണ് ലോറി മറിഞ്ഞ അപകടമുണ്ടായത്. അതിൽ 2 പേരാണ്, ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.